ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല തേങ്ങ അരച്ച ഇഞ്ചിക്കറി. ആക്ച്വലി ഞാനല്ല ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. കാര്യം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടാം. വേറെ ഒന്നുമല്ല, ഒരു 2-3 ചെറിയ ഉള്ളി, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി കുറച്ചും കൂടുതൽ വേണം കേട്ടോ, കാരണം ഇഞ്ചിക്കറി ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നമ്മൾ ഈ പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ അരിയുക. കുനുകുനാന്ന് അരിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും നല്ല രീതിയിൽ അരിയുക. അപ്പോൾ പച്ചമുളക് ഏറെക്കുറെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളി അരിയാം. ചെറുതായിട്ട് ഉള്ളി അരിയുക. 1, 2, 3 ഉള്ളി മതി, അധികമൊന്നും വേണ്ട. അപ്പം അമ്മ അവിടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരിയട്ടെ. ഇനി നമ്മുടെ മെയിൻ സാധനം ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾ പരമാവധി കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. അമ്മ അത് 2 രീതിയിൽ കുനുകുനാന്ന് അരിയുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മളിങ്ങനെ സബോളയൊക്കെ ഇങ്ങനെ കൊത്തിയരിയാറില്ലേ, അതുപോലെ കൊത്തിയരിഞ്ഞ് ഇങ്ങനെ വട്ടം കണ്ടിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലരിയുക. വീണ്ടും കുനുകുനാന്ന് അരിയുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചി കുറച്ചധികം വേണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇഞ്ചിക്കറി ആണല്ലോ ഉണ്ടാക്കുന്നത്. ഇത് ചെറിയ കല്ലിട്ട് എന്നിട്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചേക്കണ നമ്മുടെ ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ മെയിൻ ഇൻഗ്രീഡിയൻസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ കുഞ്ഞിതായിട്ട് അരിഞ്ഞു, പച്ചമുളക്, അതുപോലെ തന്നെ സബോളയല്ലല്ലോ ഉള്ളി, തെറ്റി പോയതാട്ടോ പറഞ്ഞത്, പിന്നെ കറിവേപ്പില. അതുപോലെ തന്നെ നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങ ചിരകി കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. അത് നമ്മുടെ ഈ കറിയിലെ ഏറ്റവും വലിയൊരു ഘടകമാണ്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഇഞ്ചിക്കറി അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോണേ? വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് തേങ്ങ വറുക്കുക. എന്തോരം വറക്കണം? അത് പുളിയുറുമ്പ് പാകം കഴിഞ്ഞ് വരെ വറക്കണം. പുളിയുറുമ്പ് പാകം? പുളിയുറുമ്പിൻ്റെ കളറ് കണ്ടിട്ടില്ല? ഇല്ല. പുളിയുറുമ്പിന് എന്താ കളർ വരും? ബ്രൗൺ ഷെയ്ഡ് പോലെയല്ലേ? തേങ്ങ വറണ്ട് വരുമ്പോൾ കാണാമല്ലോ. ഇഞ്ചി വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അപ്പോൾ നേരത്തെ ഒഴിച്ച് പൊഴിക്കായിരുന്നില്ലേ? അങ്ങനെ പറ്റില്ല. അപ്പോൾ വറന്ന് വന്നതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. തേങ്ങ വലിക്കും, വെളിച്ചെണ്ണ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ വെറുതെ ഡ്രൈ പോലെ ഒഴിക്കണം. കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പം അത് വറക്കട്ടെ. അപ്പോൾ വറക്കാൻ വെച്ച തേങ്ങ പതുക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് എന്നാണ് പറയണേ. അപ്പോൾ കണ്ട പുളിയുറുമ്പിൻ്റെ കളറായി വരണത്. അപ്പോൾ ഇതാണ് പുളിയുറുമ്പിൻ്റെ കളർ. അപ്പോൾ ഇത് ഒന്നുകൂടി എല്ലാതും ആവണം, കൂടി ആവണം. ഓക്കെ. ഏകദേശം ഈ കളർ വരുമ്പോൾ ഒരു തീ കുറച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഒരു ഇഞ്ചിക്ക് നല്ല എരിവുള്ളത് കൊണ്ട് നമുക്ക് എരിവ് അധികം വേണ്ട. അതുകൊണ്ട് എരിവൊന്നും വേണ്ട, കുറച്ച് മുളക് പൊടി ഇട്ട് നമ്മൾ വറുക്കാം. ഒന്നുകൂടി മറക്കാം. അപ്പോൾ മല്ലിപ്പൊടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ
ഇങ്ങനെയാണ് പാകം അല്ലേ? ഇനി നിർത്തിക്കൂടെ? അപ്പോൾ ഈ പാകം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യാൻ പോണത്? അരച്ചെടുക്കണമല്ലോ മിക്സിയിൽ. വെള്ളം തൊടാതെ ഫസ്റ്റ് അരക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കളറിന് വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്കത് അരച്ചെടുക്കാം. എന്തൊക്കെയാണ് നല്ലത്? അന്നമ്മര കല്ലും അരച്ചോ? ഞാൻ അരക്കണേ മിക്സിയിൽ അരക്കുള്ളൂ. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, അത് തന്നെ മിക്സിയിൽ തന്നെ അരക്കാൻ. അപ്പോൾ നമ്മൾ അത് അരച്ചത് ഈ പരുവമായിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം, പേസ്റ്റ് പോലെ. ഈ പരുവത്തിൽ ചെറിയ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങ ചൂടാക്കാൻ വെച്ച അതേ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇരിപ്പുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ ഇനി? ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കടുക് ഇടാം. കടുകൊക്കെ പൊട്ടട്ടെ. ആ പൊട്ടുന്ന സമയം പതുക്കെ ഞാനൊന്ന് ഇവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി വറ്റൽമുളക് മുറിച്ചതിലിടാം. തീ കുറയ്ക്കമ്മേ. പുള്ളിക്കാരി നല്ല തീ നല്ലോണം കത്തിച്ചു വിടുന്നുണ്ട്, അതിൻ്റെ എഫക്റ്റാണ്. അപ്പം ഇനി അപ്പോൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് വഴറ്റുക. ചെറിയൊരു മണം വരും, നല്ല മണം പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വേപ്പില, രണ്ട് കതിർത്ത് വേപ്പില ഇതൊക്കെ വഴറ്റാം. ഇതിൻ്റെ കൂട്ടത്തിലേ കുറച്ച് ഉപ്പും കൂടി ഇടണം. ഇഞ്ചി ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഉപ്പിട്ടു. ഉപ്പ് ഇട്ടിട്ട് വഴറ്റാം. ഇനി ഇതിൻ്റെ ഏത് ഉറുമ്പിൻ്റെ ഭാഗ? ഇതും കുറച്ച് നമുക്ക് മൂക്കുമ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ. അതേപോലെ ഉണ്ണി അങ്ങനെ ശരിക്കും ഇങ്ങനെ മൂക്കുമ്പോൾ നമുക്ക് ഇഞ്ചി വെന്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇഞ്ചി ഒന്ന് വേവണം, പച്ചമുളകൊന്ന് വാടും. ഇഞ്ചി ഒരു കഷ്ണം അങ്ങനെ ചെറുതായിട്ട് കടിച്ചു നമുക്ക് വെന്ത പോലെ നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, ഇഞ്ചി നന്നായിട്ട് തിന്ന് നോക്കുമ്പോൾ വെന്തു, പച്ചമുളക് വാടി. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം അരപ്പ് ഒഴിക്കുക. മഞ്ഞപ്പൊടിയിൽ അരച്ചിടാം. ഇതെന്തോരം നേരം വെക്കണം? ഇവിടെ നല്ല മഴയാണ്, അതിൻ്റെ സൗണ്ടൊന്നും കേൾക്കില്ല. വെച്ചേക്കണേ. ഉള്ളി അങ്ങോട്ട് ഒഴിക്കാം. കൊടപ്പുളി എണ്ണയിട്ട് വീണ്ടും വഴറ്റിയൊന്നിരിക്കുക. വെള്ളം വറ്റുന്നത് കളർ വ്യത്യാസം വന്നാൽ
പാത്രപാകം വരും. അപ്പോൾ പാകമായോ? പാകമായി മതി. ഉമ്മേനെ ആരെ ഇഞ്ചിക്കറി വയ്ക്കാൻ പഠിപ്പിച്ചത്? എൻ്റെ അമ്മയാണ് ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ഇഞ്ചിക്കറി. ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചിക്കറിയാണ് പ്രധാനം. വയറിനൊക്കെ നല്ല സുഖം കിട്ടും. ഇത് വയ്ക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ചാരത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കും കൂടി അത് പ്രയോജനപ്പെടാൻ ഇത് ഉണ്ടാക്കി. എനിക്ക് നല്ല ഇഷ്ടമായില്ല ഇഞ്ചിക്കറി എനിക്ക് തരണത്. ഇവിടെ ഇഞ്ചമ്പുളിയാണ് ഈ നാട്ടിൽ വെക്കാറ് കൂടുതൽ. ഒരു ഇഞ്ചിക്കറി ഒരു വെറൈറ്റിയായി നല്ലവർക്ക് ഇഷ്ടം. അമ്മയുടെ വീട് എവിടെ? വീട് അങ്കമാലി തുറവൂര് ആയിട്ട് വരും. കണ്ട സൂപ്പറായില്ലേ? കണ്ടാൽ തന്നെ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഞ്ചിക്കറി. നമ്മൾ കുറച്ച് മുമ്പ് ഒഴിച്ചത് കുടപ്പുളി വെള്ളമാണ്. നമുക്ക് വാളംപുളി വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. വാളംപുളി വെള്ളമാണ് കുറച്ചുകൂടെ ടേസ്റ്റി. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളത് കുടപ്പുളി വെള്ളമാണ്. അതുകൊണ്ടാണ് ഇവിടെ കുടപ്പുളി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഡൈജഷനൊക്കെ വളരെ അടിപൊളി ഒരു ഡിഷാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.